ഇപ്പോഴത്തെ സമൂഹത്തിൽ വളരെയധികം കോമൺ ആയിട്ട് തന്നെ കാണുന്ന ഒരു കണ്ടീഷനാണ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറയുന്നത്. അതായത് WHO കണക്ക് പ്രകാരം 6 വന്ധ്യത അനുഭവിക്കുന്നുണ്ട്. അത്രത്തോളം കോമൺ ആയിട്ട് ഇന്നത്തെ നമ്മുടെ ലൈഫ് സ്റ്റൈലായിരിക്കാം, പല കാരണങ്ങളുണ്ട്. മേജറായിട്ട് ലൈഫ് സ്റ്റൈൽ തന്നെയാണ് വരുന്നത്. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു തെറ്റിദ്ധാരണയാണ് സ്ത്രീകളെ മാത്രം, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലാണെങ്കിൽ സ്ത്രീകളെ മാത്രം ഇവാലുവേറ്റ് ചെയ്താൽ മതി, അവർക്ക് മാത്രമാണ് പീരിയഡ്സ് ഇറഗുലാരിറ്റി, അവർക്ക് മാത്രമാണ് പ്രശ്നങ്ങൾ എന്നൊരു കൺസെപ്റ്റാണ്. അത് തികച്ചും തെറ്റായ ധാരണയാണ്. അതായത് ഈക്വൽ കോൺട്രിബ്യൂഷൻ തന്നെയാണ് പുരുഷ വന്ധ്യതയും സ്ത്രീ വന്ധ്യതയും കാണുന്നത്. ഇപ്പോൾ നമ്മളൊരു 100 പേരെ എടുത്താൽ 30-40% സ്ത്രീകളുടെ കാരണങ്ങളാണെങ്കിൽ അത്രത്തോളം തന്നെയാണ് പുരുഷന്മാരുടെ കാരണങ്ങളും. അപ്പോൾ അതും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം അവരെയും. അതുപോലെ തന്നെ ഇവർക്ക് 2 പേർക്കും കൂടി ഇഷ്യൂസ് ഉള്ള ഒരു 30% ഉണ്ട്, കേസസ് ഉണ്ട്. അപ്പോൾ ആ കോൺട്രിബ്യൂട്ടറി ഫാക്ടറും വരുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ ഒരുപാട് ക്ലിനിക്കുകളുണ്ട്, ട്രീറ്റ്മെന്റ്സ് അവൈലബിൾ ആണ്. അതിനകത്ത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ളതാണ് IVF എന്ന് പറയുന്നത്. അപ്പോൾ മാം അതിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ IVF എന്താണെന്ന് മാം ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ? തീർച്ചയായിട്ടും. അപ്പം നമ്മൾ സാധാരണ നമുക്കൊരു പീരിയഡ്സ് വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, മാസത്തിൽ 1 വരുന്നു, 28 ദിവസം 30 ദിവസം കൂടുമ്പോൾ പീരിയഡ്സ് വരുന്നു. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു പകുതി സമയമാകുമ്പോൾ 14ാമത്തെ ദിവസമൊക്കെ ആയിട്ട് ഏകദേശം ഫിക്സഡ് അല്ല, അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറി ഓവുലേഷൻ നടക്കുന്നു. അതായത് അണ്ടവിസർജനം. നമ്മൾ കുറേ അണ്ടങ്ങൾ ഉണ്ടാവും നമ്മുടെ ഓവറിയിൽ, അതിൽ 1-2 മാത്രമായിരിക്കും ഓരോ മാസവും വലുതായി വരിക. അത് ഹോർമോൺസിൻ്റെ എഫക്റ്റ് അനുസരിച്ചിട്ട് അത് പൊട്ടും, അതിൽ നിന്ന് അണ്ടം റിലീസ് ചെയ്യും. അത് ഫലോപ്പിയൻ ട്യൂബ് എന്ന് പറയുന്ന അണ്ടവാഹിനി കുഴൽ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഭാഗമുണ്ട് യൂട്രസിനോട് ചേർന്നിട്ട്. ഈ അണ്ടവാഹിനി കുഴലിൽ ഈ അണ്ടം എത്തുന്നു. ആ സമയത്ത് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ബീജം അവിടെ വെച്ചിട്ട് ബീജസങ്കലനം നടക്കുന്നു. അത് ഭ്രൂണമായിട്ട് മാറുന്നു. യൂട്രസിന്റെ ലൈനിങ്ങിലേക്ക് അത് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ വന്ന് അവിടെ ഒട്ടിപ്പിടിച്ച് അത് ഭ്രൂണമായിട്ട് വളരുന്നു. ഇതാണ് നോർമൽ പ്രക്രിയ. പക്ഷേ IVF എന്ന് പറയുമ്പോൾ അതിന് മുന്നേ അറിയേണ്ടത് IVF ആർക്കൊക്കെയാണ് ആവശ്യമായിട്ട് വരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഘടകങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ എവിടെയെങ്കിലുമൊക്കെ വരുമ്പോഴാണ് IVF ആവശ്യമായിട്ട് വരിക. ഇപ്പോൾ ഉദാഹരണമായിട്ട് അണ്ടവിസർജനം പ്രോപ്പറായിട്ട് നടക്കുന്നില്ല, ഇപ്പോൾ PCOD പോലെയുള്ള കണ്ടീഷൻസ്. നമ്മൾ കുറേ മരുന്നുകൾ, PCODക്ക് IVF അല്ല ആദ്യത്തെ ട്രീറ്റ്മെൻറ്റ്, അത് തെറ്റിദ്ധാരണ മാറ്റുക. PCOD ഉണ്ട്, IVF തന്നെ വേണ്ടി വരും എന്നില്ല. ഓക്കെ മാം. അപ്പോൾ നമ്മൾ കുറേ മരുന്നുകൾ കൊടുത്തു, അവരുടെ അണ്ടവിസർജനം കറക്റ്റ് ആക്കാൻ നോക്കി, ആവുന്നില്ല. അല്ലെങ്കിൽ പിന്നെ IUI പോലെയുള്ള ചെറിയ ചികിത്സാ രീതികൾ ക്ലബ് ചെയ്ത് നോക്കി, അതിലും പറ്റുന്നില്ല. ലാപ്രോസ്കോപ്പി ചെയ്തു, അതിലും പറ്റുന്നില്ല. അങ്ങനെ പല പല ഫാക്ടേഴ്സ് വരും. ഇപ്പോൾ ലാസ്റ്റ് സ്റ്റേജ് ആയിട്ടാണ് PCODയുടെ കേസിലാണെങ്കിൽ നമ്മൾ അറിയാം, കാരണം അതിൻ്റെ അണ്ടങ്ങളുടെ ക്വാളിറ്റിയിൽ ചിലപ്പോൾ വ്യത്യാസങ്ങൾ വരാം. PCOD അങ്ങനെയൊക്കെ നമ്മൾ എടുക്കും. ഇനി ചിലപ്പോൾ ട്യൂബ്, ഞാൻ പറഞ്ഞു അണ്ടവും ബീജവും ബീജസങ്കലനം നടക്കുന്നത് ഈ ഫലോപ്പിയൻ ട്യൂബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ട്യൂബിന് നേരത്തെ എന്തെങ്കിലും സർജറികൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അണുബാധയൊക്കെ വന്നിട്ട് ആ ട്യൂബ് ബ്ലോക്കാണ്, നമ്മൾ പോലും അറിയില്ല, വേറെ സിംറ്റംസ് ഒന്നും ഉണ്ടാവണമെന്നില്ല. അല്ലെങ്കിൽ ക്രോണിക്കായിട്ട് അങ്ങനെ ഇൻഫെക്ഷൻസ് നിന്നതാവാം, അല്ലെങ്കിൽ സർജറി, നേരത്തെ പറഞ്ഞ പോലെ സർജറി ചെയ്തതാവാം, അല്ലെങ്കിൽ ട്യൂബ് ഇറ്റ്സെൽഫ് ഡാമേജ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷൻസിനകത്ത് 2 സൈഡിലെ ട്യൂബും ബ്ലോക്ക് ആണെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു സൈഡ് ട്യൂബ് ബ്ലോക്ക് ആണെങ്കിൽ അത് IVFന്റെ ഇൻഡിക്കേഷൻ അല്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് IVF വേണ്ടി വരാം. ഇനി പിന്നെ നമുക്ക് ചോക്ലേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞ ഒരു അസുഖമുണ്ട്. അതായത് എൻഡോമെട്രിയോസിസ് എന്ന് പറഞ്ഞാൽ ചിലർക്കും ആൾക്കാർക്ക് അറിയുന്നുണ്ടാവില്ല. പക്ഷേ പീരിയഡ്സിന്റെ സമയത്ത് ശക്തമായ വേദന വന്നിട്ട് നമ്മുടെ യൂട്രസിന്റെ ലൈനിങ്ങിനകത്തു നിന്ന് നോർമലി ഓരോ പീരിയഡ്സ് വരുമ്പോഴും പുറത്തേക്ക് പോകേണ്ട ബ്ലഡ് യൂട്രസിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് അല്ലെങ്കിൽ യൂട്രസിൻ്റെ പുറമേ ഭാഗങ്ങളിൽ ഒക്കെ ഡിപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു സിസ്റ്റ് പോലെ ഫോം ചെയ്യാം. അതിനെയാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയുക. വളരെ എന്താ പറയുക, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫിനെ വളരെയധികം ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. അത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലാണ് കാണുക. അപ്പോൾ നിസ്സാരമായ വയറുവേദനയല്ല, അവർക്ക് ഭയങ്കര ശക്തമായ വയറുവേദന. അത് വിവാഹം കഴിഞ്ഞവരിലാണെങ്കിൽ ബന്ധപ്പെടുമ്പോൾ ഉള്ള വേദന, അല്ലെങ്കിൽ ചിലർക്ക് മലം പോകുമ്പോൾ, യൂറിൻ പാസ് ചെയ്യുമ്പോഴൊക്കെ അതിശക്തമായ വേദന. ഇത് ലങ്സിൽ വരെ ഡിപ്പോസിറ്റ് ചെയ്യാം, അങ്ങനെ പല സ്ഥലത്തേക്ക് വരാം. അപ്പോൾ ഈ എൻഡോമെട്രിയോസിസ് ഞാൻ പറഞ്ഞത് അത് കാരണം സിവിയർ എൻഡോമെട്രിയോസിസ് ആണെങ്കിൽ അണ്ടങ്ങളുടെ ക്വാളിറ്റി ബുദ്ധിമുട്ടാകാം. ഈ അണ്ടവാഹിനി കുഴലുകളുടെ ചലനം പൂർണ്ണമായിട്ട് നടക്കാതെ അത് വന്ന് ഇംപ്ലാന്റ് ചെയ്യുന്നതിനകത്ത് ബുദ്ധിമുട്ടുണ്ടാവാം. അപ്പം അങ്ങനെ ഉള്ള സിവിയർ എൻഡോമെട്രിയോസിസിൽ IVF വേണ്ടി വരാം. ഇനിയുള്ളതാണ് നമ്മൾ പറഞ്ഞു പുരുഷവന്ധ്യത. പുരുഷവന്ധ്യതയിൽ തന്നെ ചില കാരണങ്ങൾ നമുക്ക് മരുന്ന് വഴി കറക്റ്റ് ചെയ്യാം. മരുന്നിൽ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ സിവിയർ മെയിൽ ഫാക്ടറായിട്ട് വരുന്ന കണ്ടീഷൻസിൽ IVF വേണ്ടി വരാം. അതുപോലെ തന്നെ ചിലർക്ക് കൗണ്ടേ തീരെ കാണുകയില്ല. അങ്ങനെയുള്ളവർക്ക് നമ്മൾ അവരുടെ വൃഷ്ണങ്ങളിൽ നിന്നും ഈ ബീജത്തെ കുത്തിയെടുക്കുന്ന ചികിത്സാ രീതിയുണ്ട്. അങ്ങനെ കുത്തിയെടുത്തിട്ടുള്ള ബീജം ഉപയോഗിച്ച് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും IVF തന്നെ അവർക്കും വേണ്ടി വരാം. അപ്പം മാം ഈ IVF എങ്ങനെയാണ്, നമ്മൾ എന്തായാലും ശരീരത്തിൻ്റെ പുറത്താണല്ലോ ചെയ്യുന്നത്, അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നത്, എവിടെയാണ് നടക്കുന്നതൊക്കെ ആൾക്കാർക്ക് കുറേ സംശയം ഉണ്ടാവും. അതെങ്ങനെയാണ് മാം ഒന്ന് പറയാൻ പറ്റും? ഓക്കെ, അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ ഈ 14ാമത്തെ ദിവസം അണ്ടവിസർജനം നടക്കണം, അത് ഇങ്ങനെ പോകണം. അപ്പോൾ ഈ
പ്രക്രിയ, അതായത് ബാക്കി കുറേ ചെറിയ ചെറിയ അണ്ടങ്ങളുണ്ടാകും, അത് തന്നെ ആ സൈക്കിളിലേക്ക് റിക്രൂട്ട് ചെയ്തിരിക്കുന്ന കുറച്ച് അണ്ടങ്ങളാണ്. ആ അണ്ടങ്ങൾ തന്നെ നശിച്ചു പോവുകയാണ്. 1-2 മാത്രമാണ് നോർമലി ഓവുലേറ്റ് ആകുന്നത്. നമുക്ക് പക്ഷേ IVF-ൽ ഈ മാക്സിമം ആ സൈക്കിളിൽ റിക്രൂട്ട് ആയിട്ടുള്ള അണ്ടങ്ങളെല്ലാം നമ്മൾ നോർമലി നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് തന്നെ പുറമേ നിന്ന് കൊടുത്തിട്ട് ഇഞ്ചെക്ഷൻസ് ആയിട്ട് കൊടുത്തിട്ട് ഈ അണ്ടങ്ങളെ എല്ലാം വലുതാക്കും. യൂഷ്വലി ഒരു 10 മുതൽ 14 ദിവസം വരെയുള്ള ഇഞ്ചെക്ഷൻസോട് കൂടിയിട്ട് ബോഡി റെസ്പോണ്ട് ചെയ്യും. അതിനനുസരിച്ച് ഈ അണ്ടങ്ങളെ നമ്മൾ സ്കാൻ ഗൈഡൻസിൽ കണ്ട് അണ്ടർ അനസ്തേഷ്യ ചെറിയൊരു മയക്കം നൽകിയിട്ട് താഴെ കൂടിയുള്ള ട്രാൻസ്വജീനൽ പ്രോബ് എന്ന് പറയും, താഴെ അവർക്ക് സ്ഥിരം സ്കാൻ ചെയ്യുന്ന പ്രോബ് തന്നെ വെച്ചിട്ടാണ് യൂഷ്വലി ചെയ്യുക. അത് വെച്ചിട്ട് ഈ അണ്ടങ്ങൾ കിടക്കുന്ന ആ ഫ്ലൂയിഡിനെ നമ്മൾ ഓവറിയിൽ നിന്നും വലിച്ചെടുക്കും. ആ ഫ്ലൂയിഡാണ് നമ്മൾ വലിച്ചെടുക്കുന്നത്. അതിനകത്ത് മൈക്രോസ്കോപ്പിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാൻ പറ്റും എത്രത്തോളം അണ്ടങ്ങളാണ് ഇതിനകത്തുള്ളത്, അതിന്റെ ക്വാളിറ്റി എന്താണ്. ഇപ്പോൾ ബീജപരിശോധന പോലെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. ബീജങ്ങളുടെ ക്വാളിറ്റി മൈക്രോസ്കോപ്പിൽ അറിയുന്ന പോലെ ഇതിൽ പറ്റില്ല. നമ്മൾ മൈക്രോസ്കോപ്പിൽ നോക്കി അത് ഏത് സ്റ്റേജിലുള്ളതാണ്, മച്വേർഡ് ആണോ അതോ പാകമാകാത്ത ഇമ്മച്വർ എഗ്ഗുകളാണോ, ആ മച്വേർഡ് ആയിട്ടുള്ള എഗ്ഗിലേക്ക് ലാബിൽ വെച്ചിട്ട് അവരുടെ പാർട്ട്ണറിന്റെ ബീജവുമായിട്ട് നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്നു. ഓക്കെ, മൈക്രോസ്കോപ്പിന്റെ അണ്ടറിൽ അത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംബ്രിയോളജിസ്റ്റ് ഈ ഓരോ അണ്ടത്തിലേക്കും ഓരോ ബീജത്തെ ഇഞ്ചെക്ട് ചെയ്ത് അതിനെ ഭ്രൂണമാക്കി ലാബിൽ വളർത്തുന്നു. ലാബിൽ തന്നെ വളർത്തും. എന്നിട്ട് നമ്മൾ അവിടെ എല്ലാ ലാബുകളിലും ഒന്നെങ്കിൽ 3 ദിവസം അല്ലെങ്കിൽ 5 ദിവസം വരെയാണ് ഈ ഭ്രൂണങ്ങളെ ലാബിൽ വളർത്തിയിരിക്കുന്നത്. അതിനെയാണ് നമ്മൾ പിന്നീട് ഇവരുടെ യൂട്രസിന്റെ ലൈനിങ് റെഡിയാകുന്ന സമയം നോക്കിയിട്ട് വേറൊരു സമയത്ത് ഇവരുടെ യൂട്രസിന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുത്ത് അതിൻ്റെ ആ ഒരു ചെടി മാത്രം പോരല്ലോ, ആ മണ്ണും റെഡിയാവേണ്ടേ. അപ്പോൾ അതുപോലെ ആ യൂട്രസിനെ പാകപ്പെടുത്തി ഈ ഭ്രൂണങ്ങളെ നമ്മൾ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മാം ഈ IVF ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു ഡ്യൂറേഷൻ എങ്ങനെയായിരിക്കും വരിക? തീർച്ചയായിട്ടും ഇതിനെ നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഘട്ടങ്ങളായിട്ട് തിരിക്കാം. ഇപ്പം ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് എഗ്ഗ് എടുക്കുക എന്നുള്ള പ്രൊസീജിയറാണ്. അപ്പോൾ അവർക്ക് മരുന്നുകൾ കൊടുത്ത് അണ്ടാശയത്തിൽ നിന്നും അണ്ടങ്ങളെ പക്വതയാക്കി എടുക്കുന്നു. നമ്മളതിന് 10-14 ദിവസമാണ് സാധാരണയായിട്ട് ഇഞ്ചെക്ഷൻസ് വേണ്ടി വരിക. എടുത്തതിന് ശേഷം അണ്ടങ്ങൾ എടുക്കുന്നു, ബീജമായിട്ട് ഫ്യൂസ് ചെയ്യുന്നു, ഫ്രീസ് ചെയ്ത് എംബ്രിയോ ആക്കി വെക്കുന്നു. പിന്നീടാണ് ഈ അടുത്ത മാസത്തെ സൈക്കിളിലായിരിക്കും സാധാരണയായിട്ട് ഇത് ഭ്രൂണത്തെ നമ്മൾ ഉള്ളിലേക്ക് വെക്കുക. ഇനി സമയത്ത് പരിമിതി ഉള്ളവർക്ക് നമുക്ക് ഇമ്മീഡിയറ്റ് തന്നെ ചെയ്യാവുന്നതാണ്. പക്ഷേ ചില PCOD പോലത്തെ കണ്ടീഷൻസ് നമ്മൾ കൊടുക്കുന്ന മരുന്നുകളുടെ അതൊക്കെ അനുസരിച്ച് ഇത് രണ്ട് ഫേസിലായിരിക്കും. അണ്ടങ്ങളെ വളർത്താൻ വേണ്ടി കൊടുത്ത മരുന്നുകൾക്ക് ഓവറായിട്ട് റെസ്പോൺസ് വന്നിട്ട് യൂട്രസിന്റെ ലൈനിങ് ചിലപ്പോൾ ഔട്ട് ഓഫ് ഫേസ് ആയി പോകാം. അപ്പോൾ അത് നമ്മൾ ചെയ്യില്ല. രണ്ടും കറസ്പോണ്ടിങ് വരുന്ന രീതിയിലുണ്ടെങ്കിൽ ആ സൈക്കിൾ തന്നെ നമ്മൾ ഉള്ളിലേക്ക് ഭ്രൂണം വെച്ച് കൊടുക്കും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത സൈക്കിളിലേക്ക് നമ്മൾ അതിനെ ഷിഫ്റ്റ് ചെയ്യും. ഡിപ്പെൻഡ്സ് ഓൺ പേഷ്യൻസ് ഫാക്ടേഴ്സ് ആണ്. ഓക്കെ മാം പറഞ്ഞല്ലോ നമ്മുടെ എഗ്ഗും സ്പേമും തമ്മിൽ ഇഞ്ചെക്ട് ചെയ്യുന്നുള്ള കാര്യം. അത് നമ്മുടെ പേഷ്യൻസ് വരുന്ന അവരുടെ തന്നെ സ്പേമും എഗ്ഗും യൂസ് ചെയ്യാൻ പറ്റുമോ, അതോ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് അങ്ങനെ വരാറുണ്ടോ, വേറെ ആൾക്കാരുടെ ഡോണേഴ്സിൻ്റെ എടുക്കേണ്ട അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും മെജോറിറ്റി നമ്മൾ അവരവരുടെ തന്നെ പാർട്ട്ണറിൻ്റെയും അവരവരുടെ തന്നെ ഫീമെയിലും ഹസ്ബൻഡും വൈഫും അവരുടെ തന്നെ ബീജങ്ങളും അണ്ടങ്ങളും ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുക. ഇനി ചില കണ്ടീഷൻസിൽ അവർക്ക് തീർത്തും അണ്ടങ്ങളില്ല, അവരുടെ റിസർവ് വരുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് അണ്ട ബാങ്കിൽ നിന്ന് നമ്മൾ ഡോണറിനെ സെലക്ട് ചെയ്യുക. അത് പേഷ്യൻറ്റിൻ്റെയും ഹസ്ബൻഡിൻ്റെയും കൺസെൻറ്റോട് കൂടി മാത്രമാണ് നമ്മൾ ചെയ്യുക. അതുപോലെ ബീജത്തിൻ്റെ കേസിലും അദ്ദേഹത്തിൻ്റെ നമ്മൾ ബയോപ്സി ചെയ്ത് നോക്കി കിട്ടുന്നില്ല, ജനിതകപരമായ വ്യത്യാസം കൊണ്ടോ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് ബീജം തീരെ കിട്ടാത്ത അവസ്ഥയിലാണെങ്കിലാണ് നമ്മൾ ബീജ ബാങ്കിൽ നിന്ന് എടുക്കുക. ഇത് തികച്ചും കോൺഫിഡൻഷ്യൽ ആയിരിക്കും. ആ ഹസ്ബൻഡും വൈഫും വില്ലിംഗ് ആണ് ഡോണറിനെ എടുക്കാൻ എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പ്രൊസീഡ് ചെയ്യുള്ളൂ. അല്ലാതെ അവരറിയാതെ നമ്മൾ ലാബിൽ വെച്ചിട്ട് ചെയ്യുന്ന അതൊന്നുമില്ല. അത് ഒരു സെന്ററുകളും അങ്ങനെയൊന്നും ചെയ്യില്ല. മാം അതുപോലെ തന്നെ ഈ IVF വഴി പ്രഗ്നൻ്റ് ആവുന്ന ലേഡീസിന് പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും പ്രത്യേകം റെസ്റ്റ് എടുക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ടേക്കൺ കെയർ ചെയ്യേണ്ട എന്തെങ്കിലും കാര്യമുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒന്നാമത്തെ കാര്യം നമ്മൾ ആർട്ടിഫിഷ്യൽ ലാബിൽ വളർത്തിയ എംബ്രിയോസിനെയാണ് നമ്മൾ യൂട്രസിനുള്ളിലേക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് നോർമലി വരുന്ന ഹോർമോൺ സപ്പോർട്ട്സ് കുറച്ചൊരു കുറവായിരിക്കും. അപ്പം നമുക്ക് ഡെഫിനറ്റ്ലി കുറച്ച് ഇഞ്ചെക്ഷൻസും കുറച്ച് സപ്പോർട്ട്സുകളും കുറച്ച് മരുന്നുകളും ഒക്കെ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടതായിട്ട് വരും. പിന്നെ ബെഡ് റെസ്റ്റ് വേണോ അല്ലയോ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ ആണ്. അത് ആ പേഷ്യൻറ്റിൻ്റെ ഫാക്ടേഴ്സ് അനുസരിച്ചിട്ടാണ്. നമ്മൾ യൂഷ്വലി ബെഡ് റെസ്റ്റ് പറയാറില്ല. നോർമൽ ആക്ടിവിറ്റീസ് വേണം, എന്നാൽ ഹെവി വർക്കുകളല്ല നമ്മൾ പറയുക. പക്ഷേ നോർമലായിട്ട് അവർ എന്തൊക്കെ കണ്ടിന്യൂ ചെയ്തോട്ടിരുന്നോ അതൊക്കെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അല്ലെന്നുണ്ടെങ്കിലാണ് കുട്ടിയിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിലെയും ഒക്കെ തടസ്സങ്ങൾ വരാൻ സാധിക്കുന്നത്. പിന്നെ ഇവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ്, ഹെൽത്തി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ഔട്ട്സൈഡ് ഫുഡിൻ്റെയൊക്കെ ഒന്ന് കുറയ്ക്കുക, എന്തെങ്കിലും ഇൻഫെക്ഷൻസ് വരാതെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു ഇൻഫെക്ഷൻസ് വന്നാൽ അത് തന്നെ ഒരു ട്രിഗറിങ് ഫാക്ടറായിട്ട് ഇത് അബോർഷൻ ആകാം, നമുക്കറിയില്ല, ഒരു പനിയാകാം, വയറിളക്കം ആകാം, ഹെപ്പറ്റൈറ്റിസ് ആകാം, പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കും. നമ്മൾ നോർമലിനേലും കുറച്ചൊരു ശ്രദ്ധ കൊടുക്കേണ്ട കാര്യങ്ങൾ. മാം അപ്പം ഈ ഡെലിവറിയുടെ കാര്യം പറഞ്ഞാൽ IVF പേഷ്യൻസിന്
നോർമൽ ഡെലിവറി ചെയ്യാൻ പോസിബിൾ ആണോ അതോ സിസേറിയൻ ആയിരിക്കോ? അങ്ങനെ നിർബന്ധമില്ല. നമുക്ക് അവരെ നമ്മൾ ഫ്രീക്വന്റ് മോണിറ്ററിങ് ചെയ്യും. IVF നമ്മൾ വന്നപ്പോൾ തന്നെ അവർക്ക് ഒരു പേഷ്യന്റിന്റെ ഇറ്റ്സെൽഫ് ഒരു റിസ്ക് ഫാക്ടേഴ്സ് കുറച്ച് കൂടുതലുണ്ടാവും. ചിലപ്പോൾ അവർ എൽഡർലി ആയിരിക്കും. അപ്പോൾ ഏജ് അഡ്വാൻസ് ചെയ്തതിൻ്റെതായിട്ട് അവർക്ക് പ്രഷർ വരാം, ഗർഭത്തോടനുബന്ധിച്ചിട്ട് പ്രഗ്നൻസി അസോസിയേറ്റഡ് ആയിട്ട് പ്രഷർ വരാം, അല്ലെങ്കിൽ ഷുഗർ വരാം. അങ്ങനെയുള്ള ഇൻഡിക്കേഷൻസ് ഉള്ളപ്പോൾ, അല്ലെങ്കിൽ ചിലപ്പോൾ കുട്ടിക്ക് വളർച്ചക്കുറവ് വരാം, അതിനൊക്കെ നമ്മൾ എക്സ്ട്രാ ഒരു സ്കാനിങ്, എക്സ്ട്രാ മോണിറ്ററിങ് വേണ്ടി വരാം. അപ്പോൾ ഇങ്ങനത്തെ റിസ്ക് ഫാക്ടേഴ്സ് ഒന്നുമില്ല, ആള് എല്ലാം ഹെൽത്തി ആയിട്ട് നോർമലായിട്ട് തന്നെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഗൈനക്കോളജിസ്റ്റിന് അന്നത്തെ കണ്ടീഷൻസ് അനുസരിച്ചിട്ട് നോർമൽ ഡെലിവറി പോസിബിൾ ആണല്ലേ? അത് കുറെ ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും IVF ട്രീറ്റ്മെന്റ് ചെയ്തുകൊണ്ട് പറ്റില്ല എന്നുള്ളത്. അങ്ങനെ ബുദ്ധിമുട്ടില്ല. ഡിപ്പെൻസ്, അവർക്ക് മൾട്ടിപ്പിൾ പ്രഗ്നൻസി ആണോ, ട്വിൻസ് ആണോ, അല്ലെങ്കിൽ ഇതുപോലത്തെ കോംപ്ലിക്കേറ്റിംഗ് ഫാക്ടേഴ്സ് ഉണ്ടോ, വേറെ ഫൈബ്രോയിഡ്സ് എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ പല പല ഫാക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് നോർമൽ ഡെലിവറി ആണോ സിസേറിയൻ ആണോ എന്ന് അപ്പോൾ തീരുമാനിക്കുക. മാം അതുപോലെ തന്നെ വേറൊരു കാര്യമാണ്, ഇപ്പം ഈ ഇടയായിട്ട് കല്യാണം കഴിഞ്ഞ സ്ത്രീകൾക്ക് ഒരു 20-25 വയസ്സിൽ കല്യാണം കഴിഞ്ഞാൽ അവർക്ക് അപ്പം തന്നെ ഗർഭം ധരിക്കാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല, അവർക്ക് ജീവിക്കാൻ കുറച്ചൊരു ഇത്. അപ്പം ലേറ്റായിട്ട് പ്രഗ്നൻ്റ് ആവാൻ വേണ്ടി എഗ് ഫ്രീസിംഗ് എന്ന് പറഞ്ഞൊരു കാര്യം ഇപ്പോൾ കുറേ കേൾക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് മാം ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറ്റും? എഗ് ഫ്രീസിംഗ് എന്ന് പറയുന്നത് IVFന്റെ തന്നെ ആദ്യ ഘട്ടത്തിൽ ഞാൻ പറഞ്ഞ എഗ് എടുക്കൽ പ്രൊസീജിയറാണ്. നമ്മൾ എടുത്തിട്ട് ബീജവുമായിട്ട് ഫ്യൂസ് ചെയ്യുന്നതിന് പകരം ആ എഗ്ഗിനെ എഗ്ഗായി തന്നെ ഫ്രീസ് ചെയ്ത് വെക്കുന്നു. ഇതാണ്. അപ്പോൾ ഇതിനും 10-12 ദിവസത്തെ ഇഞ്ചെക്ഷൻസ് ആണ് നമുക്ക് സ്ത്രീകൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. നമ്മൾ പണ്ടത്തെ പോലെയല്ല, നമ്മൾ കരിയർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, സ്റ്റഡീസ് വേണം, നമ്മളും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ചെയ്യാം. പക്ഷേ 35 വയസ്സിലൊക്കെയാണ് അവർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ആ ജനിതകപരമായ ഇഷ്യൂസ് കുട്ടിയിലേക്ക് വരാം. പിന്നെ ആ സമയത്ത് നമ്മുടെ ഓവറിയിലുള്ള അണ്ടങ്ങൾ 20-25 വയസ്സിലുള്ളത് പോലെയല്ല, അതിൻ്റെ ക്വാളിറ്റി കുറയാം, നമ്പർ കുറയാം, നോർമൽ കൺസെപ്ഷനുള്ള ചാൻസ് വളരെയധികം കുറയും. അപ്പോൾ അവർക്കിതൊരു ബെറ്റർ ഓപ്ഷനാണ്. ആക്ച്വലി ഇത് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ എന്നാണ് ഇതിന് പറയുക. ഇത് ആദ്യമായിട്ട് വന്നത് ക്യാൻസർ പേഷ്യൻസ് പോലത്തെ ആൾക്കാർക്കാണ്. അവർക്കിപ്പം നിങ്ങൾ നേരത്തെ ചോദിച്ചു ഡോണർ വേണ്ടി വരുമോ എന്നുള്ള, അങ്ങനെ ഒരു ഇൻഡിക്കേഷനാണ് അണ്ടങ്ങൾ തീരെ അണ്ടാശയത്തിൽ ഇല്ലാതെ പോയത്. അവർ ചിലപ്പോൾ ചെറിയ പ്രായത്തിൽ കല്യാണത്തിനൊക്കെ മുന്നേ ക്യാൻസറൊക്കെ വന്നിട്ട് ക്യാൻസറിൻ്റെ രോഗഭാഗമായിട്ട് സർജറി ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റേഡിയോതെറാപ്പി, കീമോതെറാപ്പി ഒക്കെ ചെയ്തിട്ട് ഭയങ്കര ടോക്സിക് മെഡിസിൻസ് ആണ്. മീൻസ് ഈ അസുഖത്തെ, ക്യാൻസർ സെൽസിനെ നശിപ്പിക്കാൻ വേണ്ടി കൊടുത്തത്, പക്ഷെ നമ്മുടെ ഈ അണ്ടകോശങ്ങളെ, ബീജകോശങ്ങളെയൊക്കെ നശിപ്പിക്കാൻ പവറുള്ളതാവും. അപ്പോൾ അത് കൂടെ അവർക്ക് നശിച്ചു പോയിട്ട് പിന്നെ നമ്മുടെ ഒവേറിയൻ റിസർവ് തീരെ ഇല്ലാതെ വന്നവർക്കുള്ള ഒരു സേവിങ് ഫാക്ടറായിട്ടാണ് ഫെർട്ടിലിറ്റി പ്രിസർവേഷൻ വന്നത്. പലർക്കും ആ സമയത്ത് അറിവില്ല. അവർ അയ്യോ ക്യാൻസറാണ്, ജീവിതമേ നശിച്ചു, അല്ലെങ്കിൽ ഇനി എത്ര നാൾ ജീവിക്കും, എന്തൊക്കെയാണ് ചികിത്സ, എത്ര നാൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും, പൈസ എത്ര, ഇതൊക്കെയാണ് അവരുടെ കൺസെപ്റ്റ്. അവരൊരിക്കലും വിവാഹ ജീവിതത്തെക്കുറിച്ചോ അത് കഴിഞ്ഞ് കുട്ടിയാണെന്നോ ഒന്നും അവർ ആ സമയത്ത് ചിന്തിക്കില്ല. പേരൻസിനും ഈവൻ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറിനും ആ സമയത്ത് അത് ഡിസ്ക്ലോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇവർ അറിയുകയാണെങ്കിൽ അവർക്ക് ആ എഗ് ഫ്രീസിംഗ് ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ സെമൻ ഫ്രീസിംഗ് മെയിൽസിനാണെങ്കിൽ തീർച്ചയായിട്ടും അത് രണ്ടും ചെയ്യാവുന്നതാണ്. അതുപോലെ ചില ക്യാൻസർ മാത്രമല്ല, ചില ക്രോണിക് ഡിസീസസ് അവർക്ക് ലോങ് ടേം ആയിട്ട് ഹൈ ഡോസ് മെഡിസിൻസ് എടുക്കേണ്ടി വരുന്ന ചില കണ്ടീഷൻസിനകത്ത്, ഓട്ടോഇമ്യൂൺ കണ്ടീഷൻസിനകത്തൊക്കെ നമുക്ക് ഇതൊരു ഓപ്ഷനായിട്ട് കൺസിഡർ ചെയ്യാവുന്നതാണ്. മാം, അപ്പോൾ ഈ എഗ് ഫ്രീസ് ചെയ്യുന്നതുകൊണ്ട് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ആ ഉണ്ടാവുന്ന കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ ഇതുവരെ നിലവിലെ സ്റ്റഡീസ് പ്രകാരം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. നമുക്കൊരു അവൈലബിൾ ഓപ്ഷൻസ് അന്ന് തീരെ ഇല്ലാതെ വന്ന് ഡോണറിൽ നിന്ന് എടുക്കുന്നതിനേക്കാൾ ബെറ്റർ ആണ് നമ്മുടെ തന്നെ ജനിതക ഘടനയിൽ ഒരു കുട്ടി എന്നുള്ള സ്വപ്നം. മാം, അതുപോലെ തന്നെ ഈ IVF എന്ന് പറഞ്ഞൊരു ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് എപ്പോഴും 100% സക്സസ് റേറ്റ് ഉള്ളൊരു കാര്യമാണ്. അത് ഫെയിലിയേഴ്സ് കാണാറുണ്ടോ? ഓരോ പേഷ്യൻ്റ് അനുസരിച്ചിട്ടും ഇത് 100% അല്ല, നമുക്ക് ജനറലായിട്ട് പറയാനേ സാധിക്കില്ല. ഓരോ പേഷ്യൻറ്റിനനുസരിച്ചും വ്യത്യാസമാണ്. ജനറലി നമ്മൾ പറയുക എല്ലാം കൊണ്ടും ഓക്കെ ആണെങ്കിൽ ഒരു 40-60% ആണ് നല്ല ഒരു സെൻറ്ററിൽ സക്സസ് റേറ്റ് പറയുക. അതും വേരി ആകാം പേഷ്യൻറ്റിൻ്റെ ഏജ് ഫാക്ടേഴ്സ്, ഏജ് കൂടി വരുന്നതനുസരിച്ചിട്ട്, വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ, അണ്ടങ്ങളുടെയും ബീജങ്ങളുടെയും ക്വാളിറ്റിയിലെ ഇഷ്യൂസ് കാരണം ഒക്കെ കാരണം ഇത് IVF ചെയ്തു എന്ന് വെച്ച് നമുക്ക് നിർബന്ധമായിട്ടും കുട്ടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ സാധാരണ ഒരു കപ്പിളിന് അവർ ട്രൈ ചെയ്തിട്ടും ആകാത്തവരെ സംബന്ധിച്ച് ഫാക്ടേഴ്സ് നമ്മൾ കറക്റ്റ് ചെയ്തെടുക്കുമ്പോൾ IVFന്റെ സക്സസ് റേറ്റ് വളരെയധികം കൂടുതലാണ്. ചിലപ്പോൾ ഒന്നിലധികം IVF വേണ്ടി വരാം. ഒരു IVF കൊണ്ട് മാത്രം ആയിരിക്കണം എന്നില്ല കുട്ടികളാവുന്നത്. മൾട്ടിപ്പിൾ ടൈംസ് ട്രീറ്റ്മെന്റ് എടുക്കേണ്ടി വരും. മാം, അതുപോലെ തന്നെ ഇപ്പം വേറൊരു കാര്യമാണ്, ഈ IVF ചെയ്ത് കഴിഞ്ഞാൽ ട്വിൻസ് അല്ലെങ്കിൽ ട്രിപ്ലറ്റ്സ് ഉണ്ടാവുന്നതിൻ്റെ പ്രോബബിലിറ്റി ഭയങ്കര കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അത് ശരിക്കും അങ്ങനെ കൂടുതലാണോ, അതോ ആൾക്കാർ വേണ്ടിയിട്ട് ട്വിൻസ് ചെയ്യുന്നതാണോ? നമ്മൾ ട്വിൻസ് ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല IVF ചെയ്യുന്നത്. നമ്മൾ വെക്കുന്ന ഭ്രൂണം
നമ്പറുകളുണ്ട്. നമ്മുടെ ഗവൺമെന്റ് റൂൾസ് പ്രകാരം 1 മുതൽ 3 വരെ എംബ്രിയോസ് ആണ് മാക്സിമം നമ്മൾ ഒരു സ്ത്രീയുടെ ഗർഭപാത്രത്തിലേക്ക് വെക്കാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ തീരുമാനിക്കുന്നത് 1 ആണോ 2 ആണോ 3 ആണോ എന്ന് തീരുമാനിക്കുന്നത് പേഷ്യന്റിന്റെ ഏജ്, പേഷ്യന്റിന്റെ മുന്നത്തെ ഹിസ്റ്ററി, മുന്നേ IVF ഫെയിലിയർ ആയിട്ടുണ്ടോ, എന്ത് കാരണത്തിനാണ് IVF ചെയ്തത്, എത്രത്തോളം എംബ്രിയോയുടെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ട്. നമ്മൾ 2 വെക്കുന്നത് 2 പിടിക്കാൻ വേണ്ടിയിട്ടല്ല, അത് 2 അവരോട് കൺസെന്റ് പറയും, നിങ്ങൾക്ക് ട്വിൻസ് ആവാൻ സാധ്യതയുണ്ട്. 2 വെച്ചാൽ ചിലപ്പോൾ ട്വിൻസ് ആകും, എന്നാൽ സിംഗിൾ ടണ്ണും ആകാം, 1 ഇംപ്ലാന്റ് ചെയ്യാതെ പോകാം അല്ലേ മാം? അപ്പം ഇപ്പൊ ആദ്യത്തെ ഒരു പ്രഗ്നൻസിക്ക് ആൾ IVF ചെയ്തു, ഇപ്പൊ 2ാമത്തെ തവണ പ്രഗ്നന്റ് ആവണമെങ്കിലും ഈ IVF ട്രീറ്റ്മെന്റിന്റെ സഹായം തേടണമെന്നുണ്ടോ? അതും അവരുടെ എന്ത് കാരണത്തിനാണ് IVF ചെയ്തത് എന്ന് ആശ്രയിച്ചിരിക്കും. ഇപ്പം 2 ട്യൂബും ബ്ലോക്ക് ആയ കാരണത്തിനാണ് IVF ചെയ്തതെങ്കിൽ തീർച്ചയായിട്ടും അടുത്ത സമയത്തും IVF തന്നെ വേണ്ടി വരാം. അല്ലെങ്കിൽ സിവിയർ മെയിൽ ഫാക്ടർ, അത്രത്തോളം കൗണ്ട് തീരെ കുറവായിട്ട് നമ്മൾ ബയോപ്സി ഒക്കെ ചെയ്തിട്ടുള്ള സ്പേം ഉപയോഗിച്ചിട്ടാണ് IVF ചെയ്തതെങ്കിൽ വീണ്ടും അവർക്ക് അങ്ങനെ തന്നെ വേണ്ടി വരാം. മാം, അതുപോലെ തന്നെ ഈ IVF ട്രീറ്റ്മെൻറ്റ് ചെയ്തുണ്ടാവുന്ന കുട്ടികൾ, അവർക്ക് എന്തെങ്കിലും വൈകല്യ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് നോർമലി? അങ്ങനെ നമ്മൾ കാണാറില്ല. സ്റ്റഡീസ് പ്രകാരം അങ്ങനെ വലിയ വ്യത്യാസങ്ങൾ നമ്മൾ മരുന്നെടുത്തത് കൊണ്ട് കുട്ടിക്ക് ജനിതക വൈകല്യം അങ്ങനെയൊന്നും സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കൻറ്റ് ലെവലിലേക്ക് കണ്ടിട്ടില്ല. ഓക്കെ മാം. പക്ഷെ അവരുടെ ഏജ് റിലേറ്റഡ് ആയിട്ടോ വേറെ എന്തെങ്കിലും ഫാക്ടേഴ്സ് കൊണ്ട് വന്ന ഫാക്ടേഴ്സ് ആണെങ്കിൽ കാരണം വരാൻ. ഓക്കെ.